രേണു സുധിയെക്കുറിച്ചുള്ള വീഡിയോകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം രേണു സുധി ഒരു വലിയ രോഗത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ 3 കീമോ കഴിഞ്ഞ ശേഷം രേണു കുറച്ച് അധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് രേണു വിഗ്ഗൊക്കെ വെച്ചിട്ടൊരു പുതിയ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒന്നാണ്. കാരണം രേണു സുധി അസുഖമായപ്പോൾ മുതൽ തന്നെ വലിയ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുറേയേറെ പേർ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ വളരെ മോശം കമൻറ്റുകളൊക്കെ അയച്ചു. പക്ഷേ പിന്നീട് നമ്മൾ കാണാൻ കഴിഞ്ഞത് രേണു സുധിക്ക് ആരും അങ്ങനെ മോശം കമൻറ്റുകൾ ഒഴിവാക്കുന്നൊരു സാഹചര്യമാണ് കണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ രേണു സുധി ഇത് അഭിനയമാണോ എന്ന രീതിയിലൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷേ പിന്നീട് രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം രേണു സുധി യഥാർത്ഥത്തിൽ തന്നെ കീമോതെറാപ്പിക്ക് വിധേയമായ ഒരു രോഗിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളീയ പൊതുസമൂഹം മുഴുവൻ രേണു സുധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതിനുശേഷം രേണു സുധി ആദ്യത്തെ 2 കീമോ കഴിഞ്ഞപ്പോൾ തന്നെ രേണു വളരെയധികം വിഷമിക്കുകയും അല്ലെങ്കിൽ ശാരീരിക മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്തു. അവരുടെ ചേച്ചിയും മറ്റ് പലരും ഒക്കെ ചേർന്ന് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് രേണു 3ാമത്തെ കീമോയും പൂർത്തിയാക്കി ഇപ്പോൾ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ രേണു തിരിച്ചു വരുന്നു, വളരെ സന്തോഷത്തോടെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം നമുക്കറിയാം രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് രേണു സുധി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊല്ലം സുധി വളരെ പെട്ടെന്ന് മരിക്കുകയും അതിനുശേഷം കൊല്ലം സുധിയുടെ ഭാര്യ എന്ന രീതിയിൽ രേണു സുധി പ്രശസ്തയാവുകയും പിന്നീട് ബിഗ് ബോസ് അടക്കം മോഹൻലാലിൻ്റെ ബിഗ് ബോസ് അടക്കം അതിലേക്ക് വരുന്നതോടുകൂടി അവരുടെ സ്റ്റാർ വാല്യൂ വർദ്ധിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഒരുപാട് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും നെഗറ്റീവ് കമൻസൊക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അവർ മനസ്സിൽ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീ തന്നെയായിരുന്നു. കാരണം അവർക്ക് സമൂഹത്തിൻ്റെ വലിയ കളങ്കങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ ഒരു അസുഖം വന്നു, അതിൽ കുറേ പേർ നെഗറ്റീവ് അടിച്ചു. പക്ഷേ പിന്നീട് അവരുടെ അസുഖം ജെന്യുവിനാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് എല്ലാവരും അവരോടുള്ള ആ ഒരു നെഗറ്റീവ് കമൻസൊക്കെ ഒഴിവാക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം കണ്ടു. ഏതായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. കാരണം കീമോയ്ക്ക് ശേഷം രേണു വളരെ സന്തോഷത്തോടു കൂടി ഒരു റീലിടുന്നത് കണ്ടു. അവർ വളരെ വേഗത്തിൽ സുഖപ്പെടട്ടെ എന്ന് നമ്മൾ ഈ സിനിമാ യാത്ര ആഗ്രഹിക്കുകയാണ്.